കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഓംപ്രകാശും ഷിയാസും ഒരുക്കിയ ലഹരി പാർട്ടിയെക്കുറിച്ച് പോലീസ് വിശദീകരിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നതെന്ന് മലയാളിമാർ ഇൻസ്റ്റയിൽ പറയുന്നു. ലഹരി പാർട്ടിയിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയത് 20ഓളം പേർ. 3 മുറിയവർ ബുക്ക് ചെയ്തിരുന്നു. 1.5 ലക്ഷത്തോളം മുറി വാടക കൊടുത്തു എന്നും പോലീസ് പറഞ്ഞു. ഓംപ്രകാശും ഷിയാസും താമസിച്ച മുറിയിൽ നിന്ന് ചെറിയ തോതിൽ ലഹരിയും കണ്ടെത്തി. അവിടെ എത്തിയ പ്രമുഖരിൽ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഉൾപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ പ്രയാഗ നിലവിളിക്കുന്നത് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും തന്നെ ആക്രമിക്കുന്നുവെന്നാണ്. തന്റെ മുടിയും കോലവും ഒക്കെ കണ്ടപ്പോൾ താൻ ലഹരി ഉപയോഗിക്കുന്നുവെന്ന് ചിലർ കരുതിയെന്നും നടി വിശദീകരിച്ചു. ഹോട്ടലിൽ പോയോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒടുവിൽ ഉത്തരം പറയേണ്ടി വന്നു നടിക്ക്. ഹോട്ടലിലൊക്കെ പോയി. ഹോട്ടലിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നടി വിശദീകരിക്കുന്നുമുണ്ട്. അവരുടെ വിശദീകരണങ്ങൾ പൂർണ്ണമായി കേൾക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടുന്നുമില്ല. ഓംപ്രകാശ് എന്ന വ്യക്തിയെ തനിക്ക് നേരിട്ടോ അല്ലാതെയോ പരിചയമില്ല എന്നാണ് നടി വ്യക്തമാക്കുന്നത്. പിന്നെ എന്തിനാണ് ഓംപ്രകാശും സംഘവും എടുത്ത ഹോട്ടൽ മുറിയിൽ പോയത് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം അതിവിചിത്രമായിരുന്നു. താൻ സുഹൃത്തുക്കളും ഒന്നിച്ച് അവരുടെ സുഹൃത്തുക്കളെ കാണാൻ പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് സുഹൃത്തുക്കൾ അവരുടെ സുഹൃത്തുക്കൾ ആരെന്ന് അറിയില്ല എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരം. ഇനി അവർ ഹോട്ടലിൽ എത്തിച്ചേർന്ന സമയത്തെക്കുറിച്ചും അവർ വിശദീകരിക്കുന്നുണ്ട്. വെളുപ്പിന് 4:30 മണിക്ക് താൻ ഹോട്ടലിൽ പോയെങ്കിലും ഓംപ്രകാശിനെ കണ്ടിട്ടില്ല എന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ. താൻ സുഹൃത്തുക്കൾക്കൊപ്പം മറ്റു ചില സുഹൃത്തുക്കളെ കാണാനായി ഹോട്ടലിലേക്ക് പോയി. ആ സുഹൃത്തുക്കളുടെ പേരും മേൽവിലാസമോ തനിക്ക് തിരക്കേണ്ട ആവശ്യമില്ല എന്ന് നടി പറയുന്നു. തന്റെ ജീവിതം തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ളതാണ് എന്ന് പ്രയാഗ മാർട്ടിൻ പറയുന്നു. അത് പൂർണ്ണമായി ശരിയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടർന്നുള്ള വിവാദങ്ങളിൽ സിനിമയിലെ നടന്മാരൊക്കെ ആകെ ഭിത്തിയിലൊട്ടിയ പരുവമായിരുന്നു. അപ്പോഴൊക്കെ നടികൾ ബഹുമിടുക്കുകളായി ഇങ്ങനെ തുടർന്നു. മലയാളത്തിലെ മിക്ക നടന്മാരും സംവിധായകരും വിളിച്ചു പറയുന്നത് ലഹരി അത് മലയാള സിനിമയെയും വല്ലാതെ പിടികൂടുന്നുവെന്ന്. പല നടികളും ലഹരി മാഫിയയുടെ കീഴിലാണെന്നും പല സിനിമാ പ്രവർത്തകരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. തന്റെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ ചെവിക്കൊള്ളാറില്ല എന്നാണ് നടി വിശദീകരിക്കുന്നത്. എന്നാൽ തന്നെ കുറിച്ച് വാസ്തവമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ അത് കേട്ട് മിണ്ടാതിരിക്കുമെന്ന് കരുതരുത്. ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളിലൊന്നും അടിസ്ഥാനമില്ല എന്ന് പ്രയാഗ മാർട്ടിൻ പറയുന്നു. താനും അന്ന് രാവിലെ ഹോട്ടലിൽ എത്തിയിരുന്നു എന്ന് പ്രയാഗ മാർട്ടിൻ സമ്മതിക്കുന്നു. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താൻ സുഹൃത്തുക്കളോടൊപ്പം ചെന്നു. ഒരു സ്യൂട്ട് റൂമിൽ അല്പനേരം വിശ്രമിക്കാമെന്ന് കരുതി. താൻ കഥക് തുറന്ന ബെഡിൽ നോക്കുമ്പോൾ അതിൽ 4-5 വയസ്സുള്ള ഒരു കുട്ടി കിടക്കുന്നു. താൻ ആ കുട്ടിക്കൊപ്പം കയറി കിടന്നു. ഏകദേശം ഒരു 2 മണിക്കൂർ സമയം ആ കട്ടിലിൽ കിടന്നു കാണും. എന്റെ സമയം മോശമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. സത്യം പറഞ്ഞാൽ ഓംപ്രകാശിനെ തനിക്ക് അറിയില്ല. എനിക്ക് കോഴിക്കോട് ഒരു ഉദ്ഘാടന ചടങ്ങുള്ളത് കൊണ്ട് 7 മണിക്ക് താൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. വന്ദേ ഭാരതിലാണ് കോഴിക്കോട് എത്തിയത്. പിന്നെ ഇവിടെ നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. പ്രയാഗ മാർട്ടിനെ പോലെ ഒരു സെലിബ്രിറ്റി ഒന്നും അറിയാതെ ഒരു ഹോട്ടലിൽ കയറി ചെല്ലുക, അവിടെ സുഹൃത്തുക്കൾ പറഞ്ഞതിനനുസരിച്ച് ഒരു റൂമിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറുക, ഒരു കുട്ടിക്കൊപ്പം അവിടെ കിടന്നുറങ്ങുക. എത്ര നിഷ്കളങ്കമായ വിശദീകരണം! എന്താണ് സംഭവിച്ചത് എന്ന് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്നും പ്രയാഗ മാർട്ടിൻ പറയുന്നു. എന്നെക്കുറിച്ച് ആരെങ്കിലും തെറ്റായ ആരോപണങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നും വിളിച്ചു പറയണമെന്നും പ്രയാഗ മാർട്ടിൻ പറഞ്ഞത്. പോലീസ് എന്നെ ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയില്ല. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. താൻ കുറച്ചു കാലം ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് മൂവിയിലേക്ക് തിരിച്ചു വരാമെന്ന് തീരുമാനിച്ചു. കുറച്ചു കാലം വെജിറ്റേറിയൻ ഡയറ്റും യോഗയും ചെയ്ത് വണ്ണം കുറച്ച് വരികയായിരുന്നു. താൻ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാറില്ല എന്നും പ്രയാഗ മാർട്ടിൻ പറഞ്ഞു. ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുള്ള വ്യക്തിയാണ് ഞാൻ. അവിടെ ചെന്നപ്പോൾ ഓംപ്രകാശ് ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോഴത്തെ കഥ. പക്ഷെ എനിക്ക് അവരെ അറിയില്ല. വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെ താൻ ഓംപ്രകാശിനെ ഗൂഗിളിൽ തിരഞ്ഞു. മീഡിയ വിളിച്ചപ്പോൾ ഓംപ്രകാശ് ആരെ എന്ന് ഞാൻ അറിയാതെ ചോദിച്ചു. പിന്നീട് എനിക്ക് ഫോൺ കോൾ താഴെ വെക്കാൻ സമയം കിട്ടിയിട്ടില്ല. താൻ ആകെ അപ്സെറ്റ് ആയിരുന്നു. ആരാണ് ഓംപ്രകാശ് എന്നറിയാൻ താൻ ഗൂഗിളിൽ കരുതി. പ്രയാഗയുടെ വിശദീകരണം ഇങ്ങനെയായിരുന്നു. എന്തായാലും വലിയ തമാശയായി മാറി. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ എടുത്ത് ട്രോൾ ചെയ്യുന്നു. സൈബർ ആക്രമണം തനിക്ക് നേരെ നടക്കുകയാണെന്നും പ്രയാഗ വിശദീകരിച്ചു. വാർത്തകൾ വിവാദങ്ങളായി മാറിയതോടെ പ്രയാഗ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറിയും പങ്കുവച്ചു. എന്നെഴുതിയ ഒരു ബോർഡാണ് പ്രയാഗ പോസ്റ്റ് ചെയ്തത്. നേരത്തെ ഹെയർ സ്റ്റൈലിനെയും ഔട്ട്ഫിറ്റിന്റെയും പേരിൽ തന്നെ സൈബർ ആക്രമണം നടത്തിയിരുന്നു എന്നാണ് പ്രയാഗ പരാതിപ്പെട്ടത്.
ഒരു ചിത്രത്തിൽ ബാലതാരമായാണ് മലയാള സിനിമയിലേക്ക് എത്തിയത്. 2016 ഒരു മുറയും വന്ന് പാർത്ത എന്ന മലയാള സിനിമയിൽ പ്രയാഗ നായികയായി. കട്ടപ്പനയിലെ ഋതിക് റോഷൻ, ഫുക്രി, രാമലീല, ഒരു പഴയ ബോംബ് കഥ തുടങ്ങിയ സിനിമകളൊക്കെ പ്രയാഗ മാർട്ടിൻ അഭിനയിച്ചു. എന്തായാലും പ്രയാഗ കിട്ടിയത് 8ന്റെ പടി തന്നെയാണ്. പ്രയാഗ പറഞ്ഞതിനോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.